ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഹൈദരാബാദിലുള്ള റാമോജി ഫിലിം സിറ്റിയിലാണുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമാണ് റാമോജി ഫിലിം സിറ്റി. ഏകദേശം 2000 ഏക്കറോളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. റാമോജി ഫിലിം സിറ്റിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുമുണ്ട്. (1996) സ്ഥാപിച്ച ഈ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയം റാമോജി റാവു എന്ന വ്യക്തിയുടെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ്. വിവിധ ഭാഷകളിലുള്ള അനേകം ചലച്ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കയറുന്നതിന് ഒരു എൻട്രി ടിക്കറ്റ് ആവശ്യമാണ്. എൻട്രി ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. ഇതാണ് എൻട്രി ടിക്കറ്റ് കൗണ്ടർ. എൻട്രി ടിക്കറ്റിനോടൊപ്പം നമുക്ക് ബസ്സിന് വേണ്ട ടിക്കറ്റ് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. AC-യും നോൺ AC-യും ബസ്സുകൾ അവൈലബിൾ ആണ്. ഇതാണ് ടിക്കറ്റ്. നമ്മളുടെ ഡ്രസ്സിൽ ഇത് ഒട്ടിച്ചു വെക്കണം. ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പാതകൾ മുഴുവൻ കടലാസ് പൂക്കൾ നിറഞ്ഞു പൂത്തു നിൽക്കുന്നു. വളരെ കൗതുകകരമായ കാഴ്ച. പലതരത്തിലെ പൂക്കളും പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയായി തോന്നി. റാമോജി ഫിലിം സിറ്റിയുടെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ അവൈലബിൾ ആണ്. എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മൾക്ക് ഒരു സെൻറ്ററിൽ നിന്ന് മറ്റൊരു സെൻറ്ററിലേക്ക് ഇവരുടെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യാവുന്നതാണ്. ഒരു സെൻറ്ററിൽ നിന്ന് മറ്റേ സെൻറ്ററിലേക്ക് പോകാൻ വളരെയധികം ദൂരമുണ്ട്. ഏതാണ്ട് 2000-ഓളം ഏക്കർ സ്ഥലത്താണല്ലോ ഇത് സ്ഥിതി ചെയ്യുന്നത്. നിരനിരയായി അരികിലെല്ലാം നല്ല തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ബസ്. ഇത് ലണ്ടൻ വീഥികൾ. പല സിനിമകളിലും ഷൂട്ടിംഗ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. മലയാളത്തിലെ ഉദയനാണ് താരം എന്ന സിനിമയിലെ അഴകേ എന്ന പാട്ട് പാടി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്.
വളരെ മനോഹരമായ വീതിയാണ്. ഡൽഹിയിലെ മുഗൾ ഗാർഡന്റെ മോഡൽ, മൈസൂരിലെ വൃന്ദാവൻ ഗാർഡന്റെ മോഡൽ ഇവയെല്ലാം ഇവിടെ ഉണ്ട്. നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തി അകത്തേക്ക് കയറാം. സിനിമയിൽ കാണിക്കുന്ന പല ടെക്നിക്കുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നോക്കൂ, ഫിലിമിലെ ഒരു ടെക്നിക്കാണ്. ഇവിടെ ഒരു സ്ത്രീ ഉണ്ട്. അവർ കാണിക്കുന്നതനുസരിച്ച് സ്ക്രീനിൽ മൂവ്മെന്റ് കാണാം. ഇവിടെയൊക്കെ ധാരാളം ബിൽഡിങ്ങുകൾ കാണാം. ഇതെല്ലാം ചലച്ചിത്ര നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന സ്കൂളുകളോ കോളനികളോ വീടുകളോ കടകളോ അങ്ങനെയുള്ള പല ബിൽഡിങ്ങുകളാണ്. പലതും വിദേശ നിർമ്മിത മോഡലുകളുമാണ്. പല ചലച്ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം മോഡലുകൾ മാത്രം. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, സ്കൂൾസ് ഇവയെല്ലാത്തിൻ്റെ മോഡലുകൾ ഇവിടെ ഓരോ സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും ഞങ്ങൾ ബസ്സിലേക്ക് കയറുകയാണ്. यूरेका स्टार्टिंग पॉइंट వెళ్ళాలనుకుంటే ఈ బస్ ఎక్కండి. అక్కడ టూర్ కంటిన్యూ करना हो तो नीचे जाना. టూర్ కంటిన్యూ చేయాలనుకుంటే కిందికి వెళ్ళండి. అక్కడ నుంచి వేరే బస్సెస్ ఉంటాయి. రైట్ సైడ్ యూ కెన్ సీ దట్ ఈస్ హవా మహల్. Look at left side again. This red color wall is Japanese garden. कुछ होता है मूवी तो सभी लोग देखे आप लोग, है ना? ये तो है काजल मैम का सिम लॉन्च सफर क्या करिए 11 नंबर की. अगर आपको टूर कंटिन्यू करना हो तो फिर नीचे उतरना ही उतरना, ठीक है? तो इको टूर आप मिस हो जाएंगे. थैंक यू सो मच.
ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിനു പുറമെ പ്രകൃതി ദൃശ്യങ്ങൾ, കൃത്രിമ സെറ്റുകൾ, അമ്യൂസ്മെന്റ് പാർക്ക് ഇവയെല്ലാം ഇവിടെ ഉണ്ട്. പ്രതിവർഷം ഏതാണ്ട് 1.5 ദശലക്ഷത്തോളം വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടം മുഴുവൻ വെള്ളത്തിന്റെ കളികളാണ്. വെള്ളത്തിൽ വളരുന്ന പക്ഷികളും അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ പറ്റും. വെള്ളത്തിലും കരയിലുമായി വളരുന്ന ഒരുപാട് പക്ഷികൾ ഇവിടെ കാണാം, പല വെറൈറ്റി. ഒന്നിന്റെയും പേരെനിക്ക് അറിയില്ല. താറാവ് വർഗത്തിൽപ്പെട്ടത് തന്നെ ഒരുപാട് ഇനങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നു. ചെറുതും വലുതുമായ ധാരാളം. ചിലതിൻ്റെ പൂവിന് വ്യത്യാസമുണ്ട്, ചിലതുകളുടെ കാലിന് വ്യത്യാസമുണ്ട്, മറ്റു ചിലതിന് വലിപ്പത്തിലും വ്യത്യാസമുണ്ട്. അടുത്തത് നമ്മൾ പക്ഷികളുടെ സെന്ററിലേക്കാണ് പോകുന്നത്. പലതരം പക്ഷികൾ ഇവിടെയുണ്ട്. കുറെ എണ്ണത്തിനെ കൂട്ടിൽ വളർത്തുന്നു, എന്നാൽ മറ്റു ചിലവയെ അഴിച്ചുവിട്ടും വളർത്തുന്നു. അഴിച്ചുവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലയിട്ട് അവൻ്റെ അകത്ത് അഴിച്ചു വിട്ടിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവ ചിലവയെല്ലാം കേജസിലാണ് വളർത്തുന്നത്. പല ഇനം തത്തകൾ, അതുപോലെ പല നിറത്തിലുള്ള കിളികൾ, ഇവയെല്ലാം വലിയ ഓപ്പൺ എയറിൽ വലയിട്ടിട്ടാണ് വളർത്തുന്നത്. ഇത് ഒട്ടകപ്പക്ഷി അഥവാ ഓസ്ട്രിച്ച്, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി. ഇനിയിപ്പോൾ ഇതിലേ അങ്ങോട്ട് പോയാൽ ബോട്ടിംഗ് പോയിന്റാണ്. അവിടെ ബോട്ടിംഗ് സവാരിക്കുള്ള സൗകര്യമാണ്. ഈ ഭാഗത്തോട്ട് പോകുമ്പം എല്ലാം നമുക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട് വെള്ളം, ഫൗണ്ടൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഭാഗം എല്ലാം. ഇവിടെ ഷൂട്ട് ചെയ്ത ഫിലിമുകളുടെ പോസ്റ്ററുകളാണ്. അത് കുറേ അങ്ങോട്ടുണ്ട്. അടുത്ത എൻട്രൻസ് ഗാർഡനിലേക്കാണ്. ഇലച്ചെടികളും പൂക്കളുള്ളവയും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പേൾ ഗ്രാസ് കൊണ്ടുള്ള മൈതാനവും ഉണ്ട്. ഇത് പ്രത്യേകതരം പാറയിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങുന്നത് കാണാം. ഇനിയും ബുദ്ധന്റെ പ്രതിമകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഒരു ഗുഹയിലൂടെയാണ് ഞങ്ങൾ കയറിപ്പോകുന്നത്. കല്ലിൽ കൊത്തിയ പലതരം ശില്പങ്ങൾ കാണാം. വീണ്ടും ഗാർഡനിലേക്ക് കടന്നിരിക്കുകയാണ്. ബോൺസായി, ഉള്ളൻ മരങ്ങളുടെ വിപുലമായ ശേഖരം.
ഇതെല്ലാം പല മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗാർഡനുകളാണ്. ഇന്ന് ഇവിടെ വൈകുന്നേരം 7 മണിക്ക് ഒരു ഷൂട്ടിംഗ് ഉണ്ട്. അതിനായി അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി. താജ്മഹലിന്റെ ഒരു മോഡൽ. ബസ്സിൽ ഇരുവശങ്ങളിലെയും കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നീങ്ങി. ഇനിയും അടുത്ത സെന്ററിൽ ഞങ്ങളെ എത്തിക്കും. ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം. ഇത് അമ്യൂസ്മെന്റ് പാർക്കാണ്. ഇതൊരു തൂക്കുപാലമാണ്. ഈ തൂക്കുപാലത്തിൽ കൂടിയാണ് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് നമ്മൾ കയറുന്നത്. കുട്ടികൾക്കുള്ള പല കളികളും ഇവിടെയുണ്ട്. ഞങ്ങൾ ഏറ്റവും മുകളിലെ ടവറിൽ കയറി. എല്ലാ കാഴ്ചകളും ഇതിലൂടെ കൂടി നമുക്ക് കാണാൻ പറ്റും. ഹലോ. ഇനിയും ഈ തൂക്കുപാലത്തിൽ കൂടി തന്നെ നമുക്ക് ഇറങ്ങി വരാം. ഇറങ്ങുമ്പോൾ നല്ല സ്വരമുണ്ട്, കാലം ആടുന്നുമുണ്ട്. തീർന്നില്ല, ഇനിയും കാണാൻ പലതുമുണ്ട്. എന്നാൽ ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കും. ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയാണ്. നമ്മളിതിവിടെ രാവിലെ മുതൽ വന്ന് വൈകുന്നേരം വരെ കണ്ടു. വളരെ ശരിക്കും വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിം സിറ്റിയാണ്. ഇവിടെ ശരിക്കും വന്ന് കാണേണ്ടത് തന്നെ ഒരുപാടുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വന്ന് എന്നിട്ടും തീർന്നിട്ടില്ല. ഏതായാലും ഞങ്ങളുടെ ടൂർ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണണം. കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, താങ്ക് യു.